രണ്ട് കറുത്ത നായ്ക്കളെയും പിടിച്ചു നിന്നിരുന്ന വൃദ്ധൻ അദ്ദേഹത്തിന്റെ കഥ പറയാൻ തുടങ്ങി. ഭൂതനേതാവേ, ഈ കാണുന്ന രണ്ട് കറുത്ത നായ്ക്കൾ എൻ്റെ സ്വന്തം സഹോദരന്മാരാണ്. ബാപ്പ അന്തരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഓരോരുത്തർക്കുമായിട്ട് 1000 സെക്വിൻസ്, അതായത് പഴയകാലത്തെ നാണയത്തിനെയാണ് സെക്വിൻസ് എന്ന് പറയുന്നത്, അത് ഞങ്ങൾക്ക് കുടുംബ സ്വത്തായി നീക്കി തന്നു. കച്ചവടമായിരുന്നു ബാപ്പയുടെ തൊഴിൽ. ഞങ്ങളും അതിൽ തന്നെ ഏർപ്പെട്ടു. പക്ഷെ കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അമിതമായ ലാഭം ഉണ്ടാക്കണമെന്ന ആഗ്രഹത്തിൽ എൻ്റെ ജ്യേഷ്ഠൻ വിദേശ വിപണികളിലേക്ക് കച്ചവടം നടത്താൻ തീരുമാനിച്ചു. ഞാൻ തടഞ്ഞെങ്കിലും അതിൽ പ്രയോജനമുണ്ടായില്ല. അദ്ദേഹത്തിൻ്റെ കടയും ചരക്കുകളും കിട്ടിയ വിലയ്ക്ക് വിറ്റ് മറ്റുള്ള നാട്ടിലെ വാണിജ്യത്തിനാവശ്യമായ സാധനങ്ങളും മേടിച്ച് അദ്ദേഹം യാത്ര തിരിച്ചു. കഷ്ടിച്ച് 1 വർഷം കഴിഞ്ഞിരിക്കണം. ഒരു ദിവസം ഞാൻ കടയിലിരിക്കുമ്പോൾ ഭിക്ഷക്കാരനെ പോലെ തോന്നുന്ന ഒരാൾ കടയുടെ മുന്നിലെത്തി. അദ്ദേഹത്തിനെ കണ്ട് ഞാൻ ധർമ്മം കൊടുക്കാൻ വേണ്ടി പണവുമായി പുറത്തേക്കിറങ്ങി. ദുഃഖം കലർന്ന സ്വരത്തിൽ അയാൾ ചോദിച്ചു, അനുജ, എന്നെ നിനക്ക് മനസ്സിലായില്ലെന്നുണ്ടോ? സ്വരം കേട്ടപ്പോഴാണ് ആ രൂപം എൻ്റെ ഏറ്റവും മൂത്ത ജ്യേഷ്ഠനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ സന്തോഷത്തോടെ ജ്യേഷ്ഠനെ കെട്ടിപ്പിടിച്ചു. ക്ഷീണിച്ച അവശനായ അദ്ദേഹത്തിന് അപ്പോൾ തന്നെ ഭക്ഷണം വാരിക്കൊടുത്തു. പിന്നീട് കട അടച്ച് അദ്ദേഹത്തിനെ ഒരു സ്നാന കേന്ദ്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് അവിടെ നിന്നും അദ്ദേഹത്തിന്റെ ശരീരം മൊത്തം വൃത്തിയാക്കാൻ ഏർപ്പാട് ചെയ്തു. കുളി കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് പോയി മുഷിഞ്ഞ വസ്ത്രങ്ങൾക്ക് പകരം ഞാൻ പുതിയ വസ്ത്രങ്ങൾ അദ്ദേഹത്തിന് നൽകി. എന്നിട്ട് ഈ അവസ്ഥയുടെ കാരണം അന്വേഷിച്ചു. അപ്പോൾ ജ്യേഷ്ഠൻ പറഞ്ഞു, അനുജ, എന്നോടൊന്നും ചോദിക്കരുത്. വിഡ്ഢിത്തമാണ് ഞാൻ കാട്ടിയത്. അതിന് 1 വർഷത്തിനുള്ളിൽ തന്നെ ഞാൻ അനുഭവിക്കുകയും ചെയ്തു. ആ കഥകളുടെ ആവർത്തനം എനിക്ക് വീണ്ടും വിഷമമുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് നീ എന്നോടൊന്നും ചോദിക്കരുത്. ഇതെന്റെ വിധിയാണെന്ന് കരുതി നമുക്ക് സമാധാനിക്കാം. പിന്നീട് ഞാനൊന്നും ചോദിച്ചില്ല. ഞാൻ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. സാരമില്ല ചേട്ടാ, കഴിഞ്ഞത് കഴിഞ്ഞു. അതോർത്തിനി വിഷമിച്ചിട്ട് കാര്യമില്ല. അള്ളാഹുവിൻ്റെ കാരുണ്യത്താൽ ഇപ്പോൾ എനിക്ക് അങ്ങയെ സഹായിക്കാൻ കഴിയും. ഞാൻ എൻ്റെ വ്യാപാര കണക്കുകൾ നോക്കി. 1 വർഷം കൊണ്ട് 1000 സെക്കൻഡ്സ് ഇരട്ടിച്ചിട്ടുണ്ട്. 1000 സെക്കൻഡ്സ് ഞാൻ ജ്യേഷ്ഠന് നൽകി. എന്നിട്ട് പറഞ്ഞു, ജ്യേഷ്ഠ, ഈ തുക അങ്ങയുടെ നഷ്ടം മറക്കാൻ സഹായിക്കും. ഇതുകൊണ്ട് കച്ചവടം പുനരാരംഭിക്കുക. ഏറെ സന്തോഷത്തോടെ തന്നെ ജ്യേഷ്ഠൻ ആ പണം സ്വീകരിക്കുകയും ചെയ്തു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ രണ്ടാമത്തെ സഹോദരനും വീണ്ടും ഇതേ ആഗ്രഹം തോന്നി. വിദേശ രാജ്യത്ത് തൻ്റെ ഭാഗ്യപരീക്ഷണം നടത്തണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അപ്പോഴും ഞാൻ അദ്ദേഹത്തെ തടയുകയുണ്ടായി. നാട്ടിലെ സ്വത്തുക്കൾ വിറ്റുപെറുക്കി അയൽനാട്ടിലേക്ക് വേണ്ട ചരക്കുകളുമായി അദ്ദേഹവും യാത്ര തിരിച്ചു. എൻ്റെ ശ്രമങ്ങൾ പാഴായിപ്പോയി. പക്ഷെ 1 വർഷത്തിനുള്ളിൽ തന്നെ ജ്യേഷ്ഠനെ പോലെ എല്ലാം കളഞ്ഞ് അദ്ദേഹവും തിരിച്ചെത്തി. ഞാൻ ആ സഹോദരനെയും സ്വാഗതം ചെയ്തു. എന്നോടൊപ്പം കഴിയാൻ അനുവദിച്ചു. ഇതിനോടകം വീണ്ടും എൻ്റെ മുതൽ ഇരട്ടിച്ചതിനാൽ അതിൻ്റെ പകുതി നൽകി അദ്ദേഹത്തിന് വ്യാപാരം തുടങ്ങാൻ ഞാൻ ഉപദേശിച്ചു. ആ ജ്യേഷ്ഠനും അത് സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും ചെയ്തു. ഒരിക്കൽ 2 സഹോദരന്മാരും ഒരുമിച്ച് എന്നെ സമീപിച്ച് അവരോടൊപ്പം വിദേശത്തേക്ക് വ്യാപാരത്തിന് ഇറങ്ങണമെന്ന് അപേക്ഷിച്ചു. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ആവശ്യത്തിന് വിദേശത്ത് പോയി കച്ചവടം ചെയ്തില്ലേ? എന്നിട്ട് എന്തു നേടി? നിങ്ങൾ അനുഗ്രഹിക്കാത്ത ഭാഗ്യദേവത എന്നെയും അനുഗ്രഹിക്കുമെന്നുള്ളതിന് എന്താണ് ഉറപ്പ്? പോത്തിന്റെ കാതില് കിന്നരം വായിക്കുന്ന ഫലമേ അതിനുണ്ടായിരുന്നുള്ളൂ. അവരുടെ മുന്നിൽ എൻ്റെ വാദത്തിനൊന്നും ഒരു ഫലവും ഉണ്ടായില്ല. തൽക്കാലം പിൻവാങ്ങിയെങ്കിലും പ്രശ്നം കുറച്ചു നാളുകൾക്ക് ശേഷം വീണ്ടും ഉന്നയിക്കപ്പെട്ടു. അപ്പോഴും ഞാൻ എതിർത്തു. പക്ഷെ അവര് പിൻവാങ്ങിയില്ല. തുടരെ എന്നെ നിർബന്ധിച്ചു. അങ്ങനെ 5 വർഷത്തോളം അവരുടെ നിർബന്ധം ചെറുത്തു നിൽക്കാൻ എനിക്ക് കഴിഞ്ഞു. ഒടുവിൽ ഗത്യന്തരമില്ലാതെ അവർക്ക് വഴങ്ങേണ്ടി വന്നു. ഇറക്കിയ മുതലായ 1000 സെക്കൻഡ്സും അപ്പോഴേക്കും ഇരുവരും വിഴുങ്ങി കഴിഞ്ഞിരുന്നു. എങ്കിലും ഞാൻ അവരെ കുറ്റപ്പെടുത്തിയില്ല. എൻ്റെ മുതൽ 6000 സെക്കൻഡ്സ്
ആയിട്ട് പെരുകിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പകുതി അവരറിയാതെ സുഭദ്രമായ ഒരു സ്ഥലത്ത് ഞാൻ ഒളിപ്പിച്ചു വെച്ചു. 1000 സെക്കൻഡ്സ് വീതം ഇരുവർക്കും നൽകി. 1000 ഞാനും എടുത്തു. വിദേശ രാജ്യങ്ങളിൽ പെട്ടെന്ന് വിറ്റഴിക്കാൻ പറ്റിയ ചരക്കുകൾ ഞങ്ങൾ മൂവരും ശേഖരിക്കുകയും ഒരു ചെറിയ കപ്പൽ വാടകയ്ക്കെടുത്ത് അനുകൂലമായ കാലാവസ്ഥയുള്ള ഒരു ദിവസം ഞങ്ങൾ യാത്ര ആരംഭിക്കുകയും ചെയ്തു. ഒരു മാസത്തിനു ശേഷം ഞങ്ങളുടെ കപ്പല് ഒരു തുറമുഖത്തടുത്തു. ശേഖരിച്ചിരുന്ന ചരക്കുകളെല്ലാം ആ നാട്ടിൽ നല്ല ലാഭത്തിന് വിറ്റയക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. 10 ഇരട്ടി ലാഭമാണ് എനിക്ക് കിട്ടിയത്. അവിടെ നിന്നും അയൽനാട്ടിൽ അനായാസം വിറ്റഴിക്കാൻ കഴിയുമെന്ന് തോന്നിയ ചരക്കുകൾ വീണ്ടും വാങ്ങി ഞങ്ങൾ കപ്പലിൽ കയറ്റി. കപ്പൽ നീങ്ങുന്നതിന് അല്പം മുമ്പ് ഞാൻ കടപ്പുറത്തുകൂടെ അലസമായി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു യുവതി എൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടു. അവൾ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത്. പക്ഷേ കാണാൻ വളരെ മനോഹരമായിരുന്നു. അവൾ എന്നെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ചോദിച്ചു, അനാഥയായ എന്നെ കൂടി നിങ്ങളുടെ കൂടെ കൂട്ടാൻ പറ്റുമോ? ആദ്യ ദർശനത്തിൽ അവളെ കണ്ടപ്പോൾ എൻ്റെ ഹൃദയം ആർദ്രമായി കഴിഞ്ഞിരുന്നു. അവളെ ജീവിത സഖിയായി സ്വീകരിക്കാമെന്ന് ഞാൻ അവളോട് പറഞ്ഞു. അവൾ അത് സന്തോഷം അംഗീകരിച്ചു. അവളെയും കൂട്ടി ഞാൻ കപ്പലിലെത്തി. കപ്പൽ നീങ്ങി. എൻ്റെ സഹോദരന്മാരുടെ സാന്നിധ്യത്തിൽ വിധി എനിക്ക് കാണിച്ചു തന്ന സുന്ദരിയെ ഞാൻ ഭാര്യയായി സ്വീകരിച്ചു. എൻ്റെ ഭാര്യ കാണാൻ മാത്രമായിരുന്നില്ല സുന്ദരി, അവളുടെ സ്വഭാവ ഗുണങ്ങളും വളരെ നല്ലതായിരുന്നു. അവളെ ഞാനും അവൾ എന്നെയും ഒരുപാട് സ്നേഹിച്ചു. ഒരാത്മാവും 2 ഉടലുമെന്ന മാതിരി ഞങ്ങൾ സ്നേഹിച്ച് ജീവിതം തുടങ്ങി. നല്ല രീതിയിലുള്ള ഞങ്ങളുടെ ജീവിതം. പക്ഷേ എൻ്റെ സഹോദരന്മാരുടെ ഉള്ളിൽ അസൂയ ഉടലെടുത്തത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. അഗ്നി പോലെ കെട്ടടങ്ങാതെ കിടന്ന അസൂയ വീണ്ടും വീണ്ടും വളർന്നുകൊണ്ടു നിന്നു. ഒടുവിൽ എന്നെ എന്നേക്കുമായി ഇല്ലാതാക്കാൻ തന്നെ അവർ തീരുമാനിച്ചു. ഒരു ദിവസം കിടന്നുറങ്ങുകയായിരുന്ന എന്നെ അവർ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. എൻ്റെ ഭാര്യ യഥാർത്ഥത്തിൽ മോഹിനി വേഷം സ്വീകരിച്ച നല്ലവളായ ഒരു സ്ത്രീ ജിന്നായിരുന്നു. അവൾ ഇല്ലായിരുന്നെങ്കിൽ നീന്തൽ വശമില്ലാതിരുന്ന ഞാൻ അപ്പോൾ തന്നെ വെള്ളത്തിന്റെ അലയിൽ മുങ്ങി മരിക്കേണ്ടതാണ്. പക്ഷെ എൻ്റെ ശരീരം വെള്ളത്തിൽ തൊടുന്നതിന് മുന്നേ തന്നെ അവൾ എൻ്റെ ശരീരം സുരക്ഷിതമായ തൻ്റെ കരങ്ങളാൽ താണ്ടി വാനമാർഗത്തിലൂടെ എന്നെ ഒരു ദ്വീപിൽ കൊണ്ടെത്തിച്ചു. എന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, പ്രിയ ഭർത്താവേ, ഞാൻ നല്ലവരായ ജിന്നുവർഗത്തിൽപ്പെട്ട ഒരുവളാണ്. ആകാശമാർഗേണയുള്ള എൻ്റെ യാത്രയ്ക്കിടയിൽ ഞാൻ അങ്ങയെ കടപ്പുറത്ത് നിൽക്കുന്നത് കണ്ടു. എങ്ങനെയെന്നറിഞ്ഞില്ല, ആ നിമിഷം തന്നെ അങ്ങയിൽ ആകൃഷ്ടയായി. അതുകൊണ്ടാണ് അനാഥയായ ഒരു യുവതിയുടെ പ്രചന്നവേഷം കൊണ്ട് ഞാൻ അങ്ങയെ സമീപിച്ചത്. അങ്ങ് എന്നെ സ്വീകരിച്ചെന്നു മാത്രമല്ല, പരിധിയില്ലാത്ത സ്നേഹം കൊണ്ട് എന്നെ വീർപ്പ് മുട്ടിക്കുകയും ചെയ്തു. അങ്ങയുടെ പ്രാണൻ രക്ഷിച്ച് എൻ്റെ നന്ദി ഞാൻ അറിയിച്ചെങ്കിലും അത് പ്രകടിപ്പിക്കാൻ അവസരം ലഭിച്ചതിൽ ഞാൻ സംതൃപ്തയാണ്. പക്ഷെ എൻ്റെ കടപ്പാട് അങ്ങയുടെ പ്രാണൻ രക്ഷിച്ചതുകൊണ്ട് മാത്രം പൂർത്തിയാകുന്നില്ല. അസൂയക്കളായ അങ്ങയുടെ ജ്യേഷ്ഠന്മാരുടെ മരണമാണ് എനിക്ക് കാണേണ്ടത്. അവളുടെ വാക്കുകൾ കേട്ട് വിസ്മയിച്ചു പോയ ഞാൻ അവൾ ചെയ്തു തന്ന ഉപകാരത്തിന് നന്ദി പറഞ്ഞു. എന്നിട്ടിങ്ങനെ അപേക്ഷിച്ചു, എൻ്റെ സഹോദരങ്ങളുടെ തെറ്റ് ക്രൂരശിക്ഷ അർഹിക്കുന്നതാണെങ്കിലും അവരുടെ ജീവനാംശം ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അവരിപ്പോഴും എൻ്റെ സഹോദരന്മാരാണ്. തിന്മക്ക് നാം നൽകേണ്ട പ്രതിഫലം നന്മയാണെന്ന് മറക്കരുത്. തുടർന്ന് ജ്യേഷ്ഠന്മാർക്ക് വേണ്ടി ഞാൻ ഇന്നോളം ചെയ്തിട്ടുള്ള സഹായങ്ങൾ അവളെ പറഞ്ഞു കേൾപ്പിച്ചു. പക്ഷേ അതുകൂടി കേട്ടപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് കോപം ഇരട്ടിച്ചു. ഞാനിതാ ഈ ക്ഷണം പോകുകയാണ്. അസൂയ മുറ്റിയ നന്ദി കെട്ട ആ ദുഷ്ടന്മാരുടെ കപ്പൽ ഞാൻ കടലിനടിയിൽ താഴ്ത്തും. അവരുടെ ദുഷ്ടതയ്ക്കുള്ള ശിക്ഷ നൽകിയിട്ടേ ഞാൻ ഇനി മടങ്ങി വരുള്ളൂ എന്ന് പറഞ്ഞ് അവൾ എനിക്ക് തടയാനാകുന്നതിനു മുന്നേ തന്നെ അപ്രത്യക്ഷമായി. പറഞ്ഞതുപോലെ തന്നെ അവൾ തിരിച്ചെത്തി. എന്നെ പൊക്കിയെടുത്ത് വീണ്ടും ഉയർന്നു. എൻ്റെ വീടിൻ്റെ മട്ടുപാവിൽ എന്നെ ഇറക്കിയതിനു ശേഷം അപ്രത്യക്ഷമായി. ഞാൻ മട്ടുപാവിൽ നിന്നും താഴെ ഇറങ്ങി വീടിൻ്റെ വാതിലുകളൊക്കെ തുറന്നു. അതിനുശേഷം ഒളിച്ചു വെച്ചിരുന്ന 3000 സെക്കൻഡ്സ് കണ്ടെടുത്തു. ആ തുക ഉപയോഗിച്ച് അടച്ചുപൂട്ടിക്കിടന്ന കടയുടെ അറ്റകുറ്റപ്പണികൾ നടത്തുകയും കച്ചവടം പുനരാരംഭിക്കുകയും ചെയ്തു.
ഒരു ദിവസം കടയിൽ നിന്നും വീട്ടിലെത്തിയപ്പോൾ ഈ 2 കറുത്ത പട്ടികളും എന്നെ കണ്ട് ഓലയിട്ട് ഓടി എൻ്റെ അടുത്തെത്തി. കാര്യമറിയാതെ ഞാൻ കുഴങ്ങി നിന്നപ്പോൾ എൻ്റെ ഭാര്യ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. അവൾ പറഞ്ഞു, ഈ ശാനുക്കളെ കണ്ട് വിസ്മയിക്കേണ്ട. അസൂയക്കളും കുബുദ്ധികളുമായ അങ്ങയുടെ സഹോദരന്മാരാണ് ഇവറ്റകൾ. ഈ വാക്കുകൾ കേട്ടപ്പോൾ തന്നെ എൻ്റെ രക്തം ഉറഞ്ഞു. സംസാര ശക്തി പോലും നഷ്ടപ്പെട്ട പോലെ തോന്നി. എൻ്റെ ഭാര്യ തുടർന്നു, എന്നെക്കാൾ ശക്തിയായ എൻ്റെ സഹോദരിയാണ് എൻ്റെ അഭ്യർത്ഥന മാനിച്ച് ഇവരെ ഈ രൂപത്തിൽ ആക്കിയത്. നിങ്ങളുടെ കപ്പൽ അവൾ സമുദ്രത്തിൽ താഴ്ത്തിക്കളഞ്ഞു. അങ്ങയുടെ ചരക്കുകളും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അത് ഓർത്ത് വിഷമിക്കേണ്ട. അതിന് 10 ഇരട്ടി പകരം നൽകാൻ എനിക്ക് കഴിയും. പക്ഷേ ഈ ദുഷ്ട സഹോദരന്മാർ 10 വർഷം അവരുടെ ജീവിതം ഈ രൂപത്തിൽ തന്നെ തള്ളി നീക്കേണ്ടി വരും. ഭാവിയിൽ തന്നെ കാണണമെന്നുള്ളപ്പോൾ എവിടെ അന്വേഷിക്കണമെന്ന് അറിയിച്ചിട്ട് ഞാൻ പ്രാണന തുല്യം സ്നേഹിച്ചിരുന്ന എൻ്റെ ഭാര്യ കണ്ണിൽ മുന്നിൽ നിന്നും മറഞ്ഞു. ഇപ്പോൾ 10 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഭാര്യയെ അന്വേഷിച്ചിറങ്ങിയതാണ് ഞാൻ. ഇവിടെ വെച്ച് ഈ കച്ചവടക്കാരനെയും ആദ്യം കഥ പറഞ്ഞ വൃദ്ധനെയും കണ്ടുമുട്ടി. എന്റെ ചരിത്രം അത്ഭുതമെന്ന് ഭൂതമേ അങ്ങേക്ക് തോന്നുന്നില്ലേ? എങ്കിൽ എന്നോട് പറഞ്ഞ വാഗ്ദാനം അനുസരിച്ച് ഈ വ്യാപാരിയുടെ 1/3 ശിക്ഷ കൂടി ഇളവ് ചെയ്തു കൊടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. കഥ ഭൂതത്തിന് അത്ഭുതമെന്ന് തന്നെ തോന്നിയതായി സമ്മതിച്ചു. വാക്കനുസരിച്ച് 1/3 ശിക്ഷ കൂടിയും ആ കച്ചവടക്കാരനെ കിഴിച്ചു കൊടുക്കുകയും ചെയ്തു. 2ാമത്തെ വൃദ്ധന്റെ ഊഴം കഴിഞ്ഞപ്പോൾ 3ാമത്തെ വയസ്സൻ ജിന്നിനെ പ്രണമിക്കുകയും മുൻഗാമികളുടെ അഭ്യർത്ഥന മുന്നോട്ട് വെക്കുകയും ചെയ്തു. ഭീകരനായിരുന്നെങ്കിലും നല്ല ഹൃദയനായ ആ ഭൂതം അതും അംഗീകരിക്കാൻ സന്നദ്ധനായി. 3ാമത്തെ ജിന്നും തന്റെ കഥ പറഞ്ഞു. പക്ഷെ ആ കഥ എന്താണെന്ന് ഇതുവരെ എന്റെ അറിവിൽപ്പെട്ടിട്ടില്ല. പക്ഷെ ഒന്ന് ഊഹിക്കാം, അതും വിസ്മയപൂരിതമായിരിക്കണം. കാരണം കഥ കേട്ട് കഴിഞ്ഞ നിമിഷം തന്നെ ജിന്ന് സസന്തോഷം കച്ചവടക്കാരന്റെ ശിക്ഷയുടെ ശേഷിച്ച 1/3 ഭാഗം കൂടി ഇളവ് ചെയ്തു നൽകി. എന്നിട്ട് അപ്രത്യക്ഷനായി. വ്യാപാരി തന്റെ രക്ഷകരായ 3 വൃദ്ധന്മാർക്കും ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തി പുനർജന്മം ലഭിച്ച ആഹ്ലാദത്തോടെ വീട്ടിലേക്കും പോയി. വൃദ്ധരും ഒരു ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞ സംതൃപ്തിയിൽ അവരുടെ വഴിക്ക് യാത്രയായി. ഒരു നിമിഷം ഇടവേളയെടുത്ത ശേഷം ഷെഹ്റസേദ് രാജാവിനെ നോക്കി പറഞ്ഞു, തമ്പുരാനെ, ഇതുവരെ ഞാൻ പറഞ്ഞ കഥകളൊക്കെ ആശ്ചര്യജനകമാണെങ്കിലും അതൊന്നും മുക്കുവന്റെയും ഭൂതത്തിന്റെയും കഥയോട് കിടപിടിക്കില്ല. അതിനരികിൽ എത്താൻ പോലും അർഹമല്ല. അപ്പോൾ ദിനാർ സയ്യിദ് അഭ്യർത്ഥിച്ചു, ആ കഥ കൂടി പറയൂ ജ്യേഷ്ഠത്തി, നേരം വെളുക്കാൻ ഇനിയുമുണ്ടല്ലോ കുറച്ചു സമയം. അങ്ങനെ കച്ചവടക്കാരന്റെയും ജിന്നിന്റെയും കഥ ഇവിടെ അവസാനിച്ചു. ഷെഹ്റസേദ് വീണ്ടും അടുത്ത കഥയിലേക്കായി തിരിഞ്ഞു. അപ്പോൾ ഷെഹ്റസേദ് വീണ്ടും മുക്കുവന്റെയും ഭൂതത്തിന്റെയും കഥ തുടർന്നു.